ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ പ്രോബബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് മേ റെയിൻ ടുഡേ, ഷീ ഹാസ് എ ചാൻസ് ഓഫ് പാസിംഗ് ദ എക്സാമിനേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രോബബ്ലി, പോസിബിൾ, ചാൻസ് തുടങ്ങിയ വാചകങ്ങൾ ഉപയോഗിച്ച് ചില സംഭവങ്ങൾ പറയാറുണ്ട്. ഈ വാചകങ്ങളെ ന്യൂമറിക്കലി അളക്കാനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. An experiment is called random experiment if it satisfies the following condition. First condition, it has more than one possible outcome and it is not possible to predict the outcome in advance. അതായത് എക്സ്പെരിമെൻറ്റിൽ ഒന്നിലധികം റിസൾട്ടുകൾ ഉണ്ടായിരിക്കണം, ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. ഔട്ട്കം എന്ന് പറഞ്ഞത് റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ്. ഒരിക്കലും നമുക്ക് അതിൻ്റെ ആൻസർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് മുൻകൂട്ടി അത് പറയാൻ കഴിയില്ല. അതാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹൈവേയിൽ നടക്കുന്ന ആക്സിഡൻറ്റുകളുടെ എണ്ണം ഒരു വർഷത്തിലോ ഒരു മാസത്തിലോ നടക്കുന്ന ഒരു ആക്സിഡൻറ്റുകളുടെ എണ്ണത്തെ നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ആൻസറായിട്ട് ചിലപ്പോൾ ഒരൊറ്റ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല, അപ്പോൾ 0 എന്ന് പറയാം. ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 1, 2, 3 ഒക്കെ ഉണ്ടാവും. ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആദ്യമേ നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ ടൈം കഴിഞ്ഞാൽ മാത്രം, ഒരു വർഷത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എത്ര ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് ആൻസർ അറിയാം, 0 മുതൽ ആൻസറാണ്, 0, 1, 2, 3 എക്സെട്ര. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓൾ ഔട്ട്കംസ് ആർ നോൺ, എല്ലാ ഔട്ട്കംസും അറിയാം, ബട്ട് വി കനോട്ട് പ്രഡിക്റ്റ് ദ ആൻസർ. ഇറ്റ് ഈസ് കോൾഡ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എന്താണ് സാമ്പിൾ സ്പേസ്? ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ് എന്നാണ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാകുന്ന ഔട്ട്കംസിൻ്റെ സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ സാമ്പിൾ പോയിൻ്റ്, ഈച്ച് എലമെൻ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് സാമ്പിൾ പോയിൻ്റ്. ആ നമ്മൾ എഴുതുന്ന സാമ്പിൾ സ്പേസിലെ സെറ്റാക്കി എഴുതുന്നതിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ പറയുന്നത് സാമ്പിൾ പോയിൻ്റ് എന്നാണ്. ഇനി ഇതുവരെ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. എ കോയിൻ ഈസ് ടോസ്ഡ്. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 ആൻസറേ ഉള്ളൂ. നമുക്കറിയാം, ഒന്ന് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അതാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, അത് ഔട്ട്കമാണ്. അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്, അത് ഞാൻ ഹെഡിനെ HT എന്ന് ഷോർട്ടാക്കി എഴുതി കഴിഞ്ഞാൽ അത് സെറ്റാക്കി എഴുതുക. അതാണ് HT, H,T. അതാണ് സാമ്പിൾ സ്പേസ്, ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. അതിൻ്റെ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്, അതിൽ ആരോ മാർക്ക് ഇട്ട് കണ്ടില്ലേ, അപ്പോൾ H ഒരു സാമ്പിൾ പോയിൻ്റാണ്, T അത് മറ്റൊരു സാമ്പിൾ പോയിൻ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് എ ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈ ത്രോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഔട്ട്കംസ് 1, 2, 3, 4, 5, 6 അല്ല, അതിൻ്റെ സാമ്പിൾ സ്പേസ് സെറ്റാക്കി എഴുതി കഴിഞ്ഞാൽ അതുപോലെ 1, 2, 3, 4, 5, 6. അവിടെ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് അതിലെ എലമെൻറ്റ് 1 ഒരു സാമ്പിൾ പോയിൻ്റ്, 2 ഒരു സാമ്പിൾ പോയിൻ്റ്, 3 ഒരു സാമ്പിൾ പോയിൻ്റാണ്. അങ്ങനെ 4, 5, 6 ഒക്കെ ഓരോ സാമ്പിൾ പോയിൻ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.